ഹായ് ഫ്രണ്ട്സ്, ഗുജറാത്തിൽ തന്നെയുള്ളത്. ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഗുജറാത്തിൽ തന്നെയുള്ളത്. ഗുജറാത്തിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഗുജറാത്തിലെ മറ്റൊരു മഹത്തായൊരു നിർമ്മിതിയായ റാണി കാ വാവ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഗാർഡനാണ് കേട്ടോ അത്. അതിന് ഫ്രണ്ടിലുള്ളതാണ് റാണി കി വാവിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളൊരു ഗാർഡനാണത്. അപ്പോൾ ഇതാണ് കേട്ടോ റാണി കി വാവിലോട്ട് പോകുന്ന വഴിയാണിത്. ഇവിടെ ഈ ഒരു റാണി കി വാവിനെ കുറിച്ചുള്ളൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ റാണി കി വാവ് ഇതിൻ്റെ ഉള്ളിൽ കുറേ ചിത്രപ്പണികളുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി മുകളിൽ നിന്ന് ഇറങ്ങി താഴെ വന്നതിന് ശേഷം ഇതേപോലത്തെ ഒരു മണ്ഡപമുണ്ട് കേട്ടോ. നല്ല ഡിസൈനുള്ള തൂണുകളായിട്ടുള്ളത് ഒരു മണ്ഡപമുണ്ട് കേട്ടോ. നോക്കിയേ, തൂണ് നോക്കിയേ. ഇതിൻ്റെ ഉള്ളിൽ പല സ്റ്റാച്ചുകളുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ടുള്ള സ്റ്റാച്ചുകളുണ്ട്. ഇതൊരു മഹാ അത്ഭുതം തന്നെയാണ് കേട്ടോ. ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട് ഇവിടെ. വളരെ മനോഹരമായ സ്റ്റാച്ചു ഉണ്ട്. ഇത് സാൻഡ് സ്റ്റോൺ ഉണ്ടത്. ഇത് നോക്കിയേ, ഈ ഒരു സ്റ്റാച്ചു നോക്കിയേ. ഇതിൻ്റെ കാലുമൊരു ഒരു ചെറിയ ആള് കാലുമൊരു കത്തി വെച്ച് കുത്തണണ്ടില്ലേ. ഇതൊരു വെപ്പണാണ് കേട്ടോ അത്. ഇത് ഒരുപാട് കൊത്തുപണികളോട് കൂടിയ ഒരു കിണറാട്ടോ അത്. ഇപ്പൊ ഈ കാണുന്നത് മൂന്നാമത്തെ മണ്ഡപം ഉണ്ടോ. മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് മണ്ഡപമാണ്. ആ ലാസ്റ്റ് മണ്ഡപത്തിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടെ ബാരിക്കേഷൻ എല്ലാം വെച്ചിട്ടുണ്ട്, നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഈ ഭാഗത്തുണ്ട്, ഈ താഴെ കാണുന്ന ഭാഗത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഏറ്റവും താഴെ അവിടെ ഒരു ഏരിയ ഉണ്ടെന്ന് പറയുന്നുണ്ട്. വെള്ളം മുകളിൽ നിന്ന് മഴവെള്ളം വീണിട്ടുണ്ടെങ്കിൽ നേരെ താഴത്ത് വന്നിട്ട് അവിടെയാണ് സെറ്റായി കിടക്കുന്നത്. അവിടേക്ക് നമുക്കൊന്നും പോകാൻ പറ്റില്ല, അവിടെ എല്ലാം ക്ലോസ് ചെയ്തിരിക്കണം. അവിടെ ഹായ് ഫ്രണ്ട്സ്, ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കാണ്ടാ. ഭയങ്കര ചൂട് കാരണം ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കാണ്ടാ. ഇത് യുനെസ്കോയുടെ അണ്ടറിൽപ്പെട്ട ഒരു പൈതൃക കേന്ദ്രമാണ് അത്. ഈ ഒരു റാണി കി വാവ് എന്ന് പറയുന്നത് 2018 യുനെസ്കോ അംഗീകരിച്ച് അവരുടെ അണ്ടറിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു കിണർ നിർമ്മിച്ചത് കറക്റ്റായിട്ടൊരു സമയമൊന്നും ആർക്കും അറിയില്ല. ഇത് സോലങ്കി രാജവംശത്തിൻ്റെയോ ചാലുക്യ രാജവംശത്തിൻ്റെയോ കാലഘട്ടത്തിലാണ് ഈ ഒരു കിണർ ഇവിടെ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അല്ലാതെ കറക്റ്റായിട്ടൊരു ഡേറ്റോ ഒരു സമയമോ ഒന്നും തന്നെ ഇവിടെ ഇല്ല.
നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ പുതിയ 100 രൂപ നോട്ടിൽ ഈ ഒരു റാണി കി വാവിൻ്റെ പിക്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ആ ഒരു ഏരിയ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, വീഡിയോ മുഴുവനായും കാണുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു ചിത്രപ്പണികളും കൊത്തുപണികളും നമുക്കെല്ലാം മനസ്സിലാവുകയുള്ളൂ. വീഡിയോ മുഴുവനായും വാച്ച് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.